साक्षात् परब्रह्म तस्मै श्री गुरवे नमः। एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं शालाक्षं वन्देऽहं गणनायकं कृष्णाय सुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। വിജയിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഗീതാമൃതത്തിൻ്റെ അമൃതം നുകരുന്ന വിദ്യാർത്ഥികളെ, അമ്മമാരെ, എല്ലാവർക്കും സസ്നേഹ നമസ്തേ. ഗീതാമൃതത്തിൻ്റെ 4ാം വാർഷികാഘോഷത്തിലേക്ക് എത്തിയിരുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു ചെറിയൊരു കഥയോടുകൂടി തുടങ്ങാൻ വിചാരിക്കുന്നു. ഗീതയുടെ ക്ലാസ്സുകൾ പലവട്ടം പറഞ്ഞതാണ്, പക്ഷേങ്കിൽ പല രക്ഷിതാക്കൾ കഥ കേട്ടിട്ടുണ്ടാകും. ഒരു ദിവസം ഇങ്ങനെ പ്രതീക്ഷിതമായിട്ട് ഫേസ്ബുക്കിൽ ഒരു സ്വാമി പറഞ്ഞൊരു കഥയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഒരുത്തരേ ഉള്ളൂ, അത് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ട്രെയിനിലേക്ക് പോകുന്ന സമയത്ത് സ്ഥലത്തേക്ക് പോവുകയാണ്. അദ്ദേഹം എന്തോ ആ സീറ്റിലിരിക്കുന്ന അടുത്ത വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവം എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ മൂന്നാമതൊരാൾ അതിലേക്ക് കാര്യമായിട്ട് ഒരു യുവ സയൻറ്റിസ്റ്റ്, ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനോട് അദ്ദേഹം ആ യുവ സയൻറ്റിസ്റ്റ് പരിചയപ്പെടുകയാണ്. ഞാൻ എൻ്റെ പേര് ഇതാണ്, ഞാൻ യുവ സയൻറ്റിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ പറയുന്ന വിഷയത്തിലേക്ക് അദ്ദേഹം കുറിച്ചത്. അപ്പോൾ ഈ യുവ സയൻറ്റിസ്റ്റ് പറഞ്ഞു, ദൈവം എന്ന് പറയുന്ന ശക്തിയില്ല, കുറേ വാദിച്ചു, ദൈവമില്ല എന്നുള്ളത്, അത് മിഥ്യയാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ആൽബർട്ട് ഐൻസ്റ്റീൻ സമ്മതിച്ചു, ആയിക്കോട്ടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഞാൻ ഈ സ്ഥലത്താണ് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും നമ്പറായ ഒരു സയൻറ്റിസ്റ്റ് ഈ അടുത്ത സ്ഥലത്ത് വരുന്നുണ്ട്, അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ കുറേ പ്രബന്ധങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അദ്ദേഹത്തിനെ കാണിക്കണം, അതിന് സൈൻ വരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അതാരാണ് ഈ ലോകമില്ല നമ്പർ 1 സയൻറ്റിസ്റ്റ്. അപ്പോൾ ദേഷ്യത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയില്ലേ അദ്ദേഹത്തിൻ്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. പുഞ്ചിരിച്ചു, ഒന്ന് പറഞ്ഞു, അവിടെ ഇറങ്ങി പോയി. പിറ്റേ ദിവസം രാവിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ യുവ സയൻറ്റിസ്റ്റ് വരികയാണ്. അദ്ദേഹം കോളിംഗ് ധരിച്ചു, ഡോളർ തുറക്കുന്ന സമയത്ത് ആകെ ഞെട്ടിപ്പോയി. കാരണം ഇന്നലെ ഇന്നലെ സംസാരിച്ചാണ് ഇദ്ദേഹമായിരുന്നോ സയൻറ്റിസ്റ്റ്, ഇദ്ദേഹത്തോടാണ് ഞാൻ സംസാരിച്ചെന്ന് ചിന്തിച്ചു. അതിനുശേഷം അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ കടന്നു വരുമോ, ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ റൂമിലേക്ക് കിടത്തിയിരുത്തി. അപ്പോൾ ടാബിൻ്റെ പുറത്ത് ഒരു ഗാലക്സിയുടെ നല്ലൊരു മോഡൽ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈ യുവ സയൻസ് ഇതാരാണ് ആക്കി വെച്ചത്, ഇത്രയും സാധാരണയായിരുന്നല്ലേ, ഇത്രയും ഗംഭീരമായിട്ട് ഒരു മോഡലാക്കി വെക്കാൻ സാറിനെ സാധിക്കുമോ? അത് ഞാൻ ആക്കിയത്, ഇവിടുത്തെ പണിക്കാരനാക്കി വെച്ചത്. അപ്പം എനിക്ക് പണിക്കാരൻ ഇങ്ങനത്തെ ഒരു ആക്കാനാവില്ല, സാറന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഐൻസ്റ്റീൻ ചോദിച്ചു, നിങ്ങൾ അത് സമ്മതിക്കണമല്ലോ, ഇത് ആക്കാൻ വേണ്ടി അല്പം ബുദ്ധിമാണ് നിങ്ങൾ സമ്മതിക്കുന്നത്. അതെ, ഒരു ബുദ്ധിയുള്ള ആൾക്ക് മാത്രമേ ആക്കാൻ പറ്റൂ, സാറപ്പുറത്ത് ഒരാൾക്ക് മാത്രമേ ആക്കാൻ പറ്റൂ. അപ്പം തിരിച്ചു ചോദ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിനലായി നിൽക്കുന്ന ഈ സൂര്യനും ഈ ചന്ദ്രനും ഗ്രഹങ്ങളും എല്ലാം ആരാണ് ഉണ്ടാക്കിയത്, അത് നിൽക്കുന്നതാണോ? അപ്പോഴാണ് അദ്ദേഹം മനസ്സിലായി, ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ട്. നേരെ റൂമിൽ പോയിട്ട് പവിത്രമായ ഗ്രന്ഥം ശ്രീമദ് ഭഗവത്ഗീത എടുത്തു കൊടുത്ത് പറയാണ്, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി, ഇതിലെല്ലാം ഉണ്ട്. ഇത് പറയുന്നത് ഇന്നലെയോ കഴിഞ്ഞ ദിവസമല്ല, ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. ഈ ഒരു കഥ കേട്ട സമയത്ത് എന്തെന്നാൽ വലിയൊരു എന്താ പറയുക, ഒരു നോബൽ പ്രൈസ് കിട്ടിയ ഒരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ അത്രയും പവിത്രമായ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ലോകം കണ്ട നമ്പർ 1 വ്യക്തി പറയാണ് ഭഗവത്ഗീതയെ ചേർത്ത് പിടിക്കുമെന്ന് പറയുമ്പോൾ ആ ഭഗവത്ഗീതയാണ് ഞാനും എൻ്റെ മക്കളും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെ അത് വലിയ അഭിമാനമായിട്ടുണ്ട്. കാരണം അത്രയും മഹത്തായ ലോകത്തിൽ നിന്ന് മറ്റൊരു ഗ്രന്ഥം പിറവിയെടുക്കേണ്ടവരുണ്ടെന്ന യാതൊരു സംശയമില്ല. കാരണം അത്രയും ആരൊക്കെയാണോ ഗീതയെ ചേർത്ത് പിടിച്ചത്, അവിടേക്ക് ചരിത്രം സൃഷ്ടിച്ച കഥകൾ മാത്രമല്ലോ. അതേപോലെ ഒരു സംശയം വേണ്ട, വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ഇരിക്കുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന ഗീതാമൃത കുട്ടികളും ചരിത്രത്തിന്റെ ഭാഗമായി മാറും എന്നതിൽ ഇവരിയ്ക്കുന്ന ഓരോ രക്ഷിതാക്കൾക്കും അഭിമാനിക്കാം. എന്തുകൊണ്ട്
ഗീതയുടെ 7-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം അത് മാത്രം പഠിച്ചാൽ മതി. വേറെ ഒരു ശ്ലോകം നമ്മൾ പഠിക്കേണ്ട. ഗീതയുടെ പവിത്രത മനസ്സിലാക്കാൻ, ഗീതയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ, ഗീതയുടെ ശക്തി മനസ്സിലാക്കാൻ ആ ശ്ലോകങ്ങളുടെ മനുഷ്യാനാന്തരശ്രേഷ്ഠു കശ്യപ് സിദ്ധയെ യഥാർത്ഥ സിദ്ധാനാം പശ്ചിമം അല്ലയോ അർജുന, അല്ലയോ അർജുന, ആയിരക്കണക്കിന് ആൾക്കാർ ചേരുന്ന സമയത്ത് ഒരാൾക്ക് മാത്രമേ ജ്ഞാനം പഠിക്കാൻ പറ്റൂ. 9999 പേര് കൂടുന്ന സമയത്ത് അതിലൊരാൾക്ക് ഇവിടെ 200 കുട്ടികളാണ് ഗീതാമന്ത്രം. 200 കുട്ടികൾ എന്ന് പറയുമ്പോൾ 20 ലക്ഷം ആളുകളിൽ നിന്ന്, ഇവിടെ 20 ലക്ഷം പേരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് ഗീതയിലുള്ളത്. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനും ഓരോ അമ്മയ്ക്കും നെഞ്ചിട്ട് അഭിമാനിക്കാം. കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് അമൂല്യമായ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾ ചെയ്ത പുണ്യ കർമ്മത്തിന്റെ ജന്മസ്മൃത പുണ്യത്തിന്റെ ഫലമായിട്ട് കിട്ടിയ അപൂർവമായ ഒരു ഇതാണ് ഗീത പഠിക്കുന്ന അവസരം.